Students, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ മീസ്നേഴ്സ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി. അത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. We know that it is super conductor. They are the materials of extraordinary electrical and magnetic characteristics. They exhibit both the perfect conductivity and perfect diamagnetism. And when a superconducting material is placed in a magnetic field and cooled below the critical temperature, it behaves as a perfect diamagnetic materials. And also there is the repulsion of the magnetic lines of force. This effect is known as Meissner's effect. അതേപോലെ തന്നെ മീസ്നേഴ്സ് എഫക്റ്റിൻ്റെ ഒരു കോൺട്രഡിക്ഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. സൂപ്പർ കണ്ടക്ടേഴ്സ് ഓൾവേസ് എക്സ്പെൽസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടക്ടർ അത് കൂൾ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏതാണ്, അത് ഓരോ മെറ്റീരിയലിനും വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അത് എത്തുമ്പോൾ അതൊരു സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം സ്വാഭാവികമായും അതിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് എക്സ്ക്ലൂഡ് ചെയ്തു പോകുന്നു. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്ക്ലൂഷൻ. ഈ ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തുകൂടി ലൈൻസ് ഓഫ് ഫോഴ്സ്, ഫീൽഡ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒന്നും പോകുന്നില്ല. സോ ദർ ഈസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്ക്ലൂഷൻ. ദർ ഈസ് നോ പെൻട്രേഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദി സൂപ്പർ കണ്ടക്ടർ. അത് തന്നെ നമുക്ക് തിരിച്ചും കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തതിന് ശേഷം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ നമുക്ക് കിട്ടുന്നു. അതായത് ദർ ഈസ് ദി ഫ്ലക്സ് എക്സ്ക്ലൂഷൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മളിതൊരു സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞത് ഒരു ഐഡിയൽ കണ്ടക്ടറിൻ്റെ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ അതൊരു പെർഫെക്റ്റ് കണ്ടക്ടർ ആകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഐഡിയൽ കേസ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ, ഒരു കണ്ടക്ടർ എടുക്കുന്നു, കൂൾ ചെയ്യുന്നു. ഏത് ടെമ്പറേച്ചറിലാണോ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിൽ അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നു അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മീസ്നേഴ്സ് എഫക്റ്റ് അവിടെ കാണിക്കുന്നു. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. ഇനി ആദ്യമേ തന്നെ ഫീൽഡ് കൊടുക്കുവാണെങ്കിൽ ഈ കണ്ടക്ടറിൽ കൂടി ഫീൽഡ് കടന്നു പോകുന്നു. കൂൾ ചെയ്യുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, മാഗ്നറ്റിക് ഫീൽഡ് സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തുകൂടി കടന്നു പോകുന്നുണ്ട്. ദർ ഈസ് ദ പെൻട്രേഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി സൂപ്പർ കണ്ടക്ടർ. What happens when we switch off the magnetic field? There is a magnetic field. It is ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ ഓംസ് ലോ വെച്ച് പറഞ്ഞു. ഇൻസൈഡ് ദി സൂപ്പർ കണ്ടക്ടർ ബി ഈസ് എ കോൺസ്റ്റൻ്റ്. അത് കെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. അതിൽ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു ബി ഈസ് എ കോൺസ്റ്റൻ്റ്. സോ ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും കാണുന്നത്. സോ ഈ ഒരു ബിഹേവിയറും ഈ ഒരു ബിഹേവിയറും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. സോ ഫ്രം ദിസ് ഒബ്സർവേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് നെവർ ചേഞ്ച് ഇൻ ദി conductor cooling below the critical temperature. But in the case of the superconductor, magnetic field becomes 0 below the critical temperature. So there is a contradiction. So the properties of the superconductor and the perfect conductor, they are entirely different. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു മെറ്റീരിയലിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാം. That is, the superconductivity of the material can be destroyed by 2 means. Thermal effect ഉണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ഉണ്ട്. അതൊന്നും നമുക്ക് നോക്കാം. Superconductivity is destroyed by 2 means: thermal effect and magnetic field. ഓക്കെ, അതേപോലെ അത് ഈ ഒരു പോയിൻറ്റ്സ് കൺസിഡർ ചെയ്ത് വി ഷാൽ മെയിൻലി കൺസേൺ ദി 2 different aspects of the superconductivity.
ഫസ്റ്റത്തെ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് റെസ്പോൺസ് ആണ്. അത് ലണ്ടൻ ഇക്വേഷൻസ് ഒക്കെ വെച്ച് പ്രൂവ് ചെയ്യുന്നു. അത് നമുക്ക് പിന്നീട് നോക്കാം. അതേപോലെ തന്നെ മറ്റൊരു തിയറിയാണ് മാക്രോസ്കോപ്പിക് തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി, അതായത് BCS തിയറി എന്ന് പറയും, ബാർഡിൻ കൂപ്പർ ഷിഫർ തിയറി. ഇത് ഈ രണ്ട് ആസ്പെക്ട്സ് വെച്ചിട്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ദ സൂപ്പർ കണ്ടക്ടേഴ്സ്. Superconductors, they are mainly divided into two, that is type 1 and type 2 superconductors. That is type 1 superconductor and type 2 superconductor. എസ് സി കാണിച്ചിരിക്കുന്നത് സൂപ്പർ കണ്ടക്ടറിനെയാണ്. ഈ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ നമുക്ക് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാം, സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ. വേറെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിനെ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് ടൈപ്പ് 1നെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്നും ടൈപ്പ് 2നെ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് that strictly follow Meissner's effect. Meissner's effect strictly follow ചെയ്യുന്ന effect സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. സ്വാഭാവികമായും ടൈപ്പ് 2 എന്ന് പറഞ്ഞത് ഇറ്റ് ഡു നോട്ട് ഫോളോ Meissner's effect സ്ട്രിക്ട്ലി. ഓക്കെ, ഇത് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് സ്ട്രെങ്ത്തും തമ്മിലുള്ള ഒരു ഗ്രാഫ് വെച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Type 1 superconductors. Type 1 superconductors. We plot magnetic field along x-axis and magnetization along y-axis. Magnetization എന്ന് പറഞ്ഞത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റൈസേഷൻ എന്ന് മാത്രം അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും തോറും ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഓരോ മാഗ്നറ്റിക് ഫീൽഡിനും ആ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ സ്ട്രെങ്ത് മാഗ്നറ്റൈസേഷൻ കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ 0 ആകുന്നു. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും തോറും, അതായത് നമ്മൾ നേരത്തെ ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻസ് പറഞ്ഞു, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കുവാണെങ്കിൽ ആ ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും തോറും ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ സൂപ്പർ കണ്ടക്റ്റിംഗ് ബിഹേവിയർ നശിഞ്ഞു പോകുന്നു. അപ്പോൾ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, സൂപ്പർ കണ്ടക്ടർ മാറി അത് നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. ഇതിനെ നമുക്ക് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ആ ഒരു ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എത്തുമ്പോൾ ആ ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി നശിഞ്ഞ് അത് നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. ഓക്കെ, superconducting state, this is the normal. ഈ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പ്യുവർ മെറ്റൽസ് എല്ലാം ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഇറ്റ് ഫോളോ Meissner's effect സ്ട്രിക്ട്ലി. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദി പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് HC എന്ന് പറഞ്ഞത് ലോ വാല്യൂ ആയിരിക്കും. ഓക്കെ, ദീസ് മെറ്റീരിയൽസ് ഗീവ് എവേ ദെയർ സൂപ്പർ കണ്ടക്ടിവിറ്റി അറ്റ് ലോവർ ഫീൽഡ് സ്ട്രെങ്ത്. ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ചില മെറ്റീരിയൽസിന് ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നശിഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സിനെ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ ഒരു 0.1 ടെസ്റ്റിലേക്ക് കൊടുത്താൽ മതിയാകും, ആ മെറ്റൽസിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി നശിഞ്ഞു പോകുന്നു. പ്യുവർ മെറ്റൽസ്. ഓക്കെ, ഇനി
ടൈപ്പ് 2 എന്താണെന്ന് നോക്കാം. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്യുന്നു, മാഗ്നറ്റൈസേഷൻ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാഗ്നറ്റൈസേഷൻ കൂടി. ഇനി ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ എത്തുമ്പോൾ ഇവിടെ റെഡ്യൂസ് ചെയ്ത് സീറോ അബ്രപ്റ്റ് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ചില മെറ്റീരിയൽസിന് ഒരു അബ്രപ്റ്റ് ചേഞ്ച് സംഭവിക്കുന്നില്ല. അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി പെട്ടെന്ന് അങ്ങനെ നശിഞ്ഞു പോകുന്നില്ല. പതുക്കെ ഒരു ചെറിയൊരു ഗ്രാജുവൽ പ്രോസസ്സ് വഴി അത് നശിഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി റെഡ്യൂസ് ചെയ്തു. ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്, അതിനെ നമുക്ക് HC1 എന്ന് പറയാം. അതേപോലെ തന്നെ മറ്റൊരു ഫീൽഡ് HC2 ഉണ്ട്. രണ്ട് ഫീൽഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു മെറ്റീരിയൽ HC1 എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കുറവാണെങ്കിൽ അത് സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇനി നമ്മൾ കൊടുക്കുന്ന ഫീൽഡ് HC, ഈ ഒരു ഇതിനെ ലോവർ ക്രിട്ടിക്കൽ ഫീൽഡും ഇതിനെ ഹയർ ക്രിട്ടിക്കൽ ഫീൽഡ് എന്നും പറയാം. ഈ ഒരു ലോവർ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടുതലാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതെങ്കിൽ ഗ്രാജുവലായിട്ട് ഇതിൻ്റെ മാഗ്നറ്റൈസേഷൻ കുറഞ്ഞ് നോർമൽ സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഓക്കെ, അത് നോർമലിലേക്ക് പോകുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു പോർഷൻസ്, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പിനേഷൻസ് ഓഫ് ദി ബോത്ത് ദി സൂപ്പർ കണ്ടക്റ്റിംഗ് ആൻഡ് ദി നോർമൽ സ്റ്റേറ്റ്സ്, ഇതിനെ നമുക്ക് വോർട്ടെക്സ് എന്ന് പറയാം. വോർട്ടെക്സ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ദി intermediate state which has the complicated distribution of the both the superconducting and non-superconducting regions. ഓക്കെ, ഈ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞത് ടൈപ്പ് 1 പോലെയല്ല. അത്യാവശ്യം കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീനെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു 10 ടെസ്ല, ചില മെറ്റീരിയൽസിൽ ഹൺഡ്രഡ്സ് ഓഫ് ടെസ്ല നമുക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന്, അതുകൊണ്ടാണ് നമ്മളിതിനെ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് സാധാരണഗതിയിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനുഫാക്ചർ സൂപ്പർ കണ്ടക്റ്റിംഗ് വയേഴ്സ്, ഓക്കെ, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ മാഗ്നറ്റിക് ഫീൽഡ്സ് ഓഫ് ദി ഓർഡർ ഓഫ് 10 ടെസ്ല. സാധാരണഗതിയിൽ അലോയ്സ്, അതേപോലെ തന്നെ ട്രാൻസിഷൻ മെറ്റൽസ് വിത്ത് ഹൈ വാല്യൂ ഓഫ് ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, അതേപോലെ തന്നെ അലോയ് ആയിട്ടുള്ള കുപ്രിക് ഓക്സൈഡ്, ഇതെല്ലാം ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സൂപ്പർ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ ഫ്ലക്സ് എക്സ്ക്ലൂഷൻ സംഭവിക്കുന്നു. ഓക്കെ, മീസ്നസ് എഫക്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി നശിഞ്ഞു പോയി അത് നോർമലിലേക്ക് മാറുന്നു. നോർമലിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയൊരു ഫീൽഡിൻ്റെ പെൻട്രേഷൻ കാണിക്കും, ചെറിയൊരു പെൻട്രേഷൻ കാണിക്കുന്നു. അതായത് ദീസ് ലൈൻസ് ഓഫ് ഫോഴ്സ് ടെൻഡ് ടു penetrate into the superconductor. അപ്പോൾ എന്തുമാത്രം അത് പെൻട്രേറ്റ് ചെയ്യുന്നു, അതിനെ നമുക്ക് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത്, പെൻട്രേഷൻ ഡെപ്ത് എന്ന് നമുക്ക് പറയാം. സോ ദ പെൻട്രേഷൻ ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ, that is uploaded as, that is ആ ഒരു പെൻട്രേഷൻ്റെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം. എന്തുമാത്രം അത് സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തേക്ക് പെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ബി പ്ലോട്ട് ചെയ്യാം. ഓരോ ഡിസ്റ്റൻസ് ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, the field
ഡിക്രീസസ് എക്സ്പോണൻഷ്യലി അത് ഈ ഒരു ഇത് ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ ഒരു സർഫസിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. അകത്തേക്ക് സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തേക്ക് പോകുന്തോറും ദ ഫീൽഡ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ലണ്ടൻ തിയറി. അതിനെ നമുക്കൊരു മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എഴുതാം. HE of x that is equal to HE of O exponential minus x divided by lambda L. ഈ ലാംഡ എൽ എന്ന് പറഞ്ഞതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് അല്ലെങ്കിൽ പെൻട്രേഷൻ ഡെപ്ത് ഓഫ് ദ ഫീൽഡ്. ആ ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്നും കൂടി എഴുതാം. HE of x HE of O exponential minus x divided by lambda L, where lambda L is the characteristic length or penetration depth. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഈ ഒരു പെൻട്രേഷൻ ഡെപ്ത് ഡിഫൈൻ ചെയ്യാം? The penetration depth, it is defined as the distance inside the superconductor where the magnetic field reduced to 1/8 of its value at the surface. Okay. The penetration depth is defined as the distance inside a superconductor where the magnetic field reduced to 1/e of its value at the surface. ഇത് എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് x equal to lambda L, that is e raised to -1 കിട്ടും. സോ അതിന് 1/e ആയിട്ട് മാറും. Okay, so the penetration depth, it is defined as the distance inside the superconductor where the magnetic field reduced to 1/8 of its initial value. Suppose ഇതാണ് ഒരു 1/8 പോർഷൻ എങ്കിൽ ഈ ഒരു റീജിയനെ നമുക്ക് ലാംഡ എൽ എന്ന് പറയാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു പെൻട്രേഷൻ ഡെപ്ത് അതായത് സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ അത് പെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, അതിനെയാണ് പെൻട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്ടർ ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ. ഒബ്വിയസ്ലി ദിസ് penetration depth depends on the temperature. ഈ ഒരു പെൻട്രേഷൻ ഡെപ്ത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ലാംഡ എൽ along y axis and temperature along x axis. ഓക്കെ, അതായത് ആ ഒരു കൺസെപ്റ്റ് ഉള്ളിൽ വേണം. മീസ്നേഴ്സ് എഫക്റ്റ്, അതേപോലെ തന്നെ മീസ്നേഴ്സ് എഫക്റ്റ് അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് പെൻട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞതും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഒരു ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെൻട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയാം. ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് ഏത് മെറ്റീരിയലാണോ അത് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറുന്നു. ഓക്കെ, ഇനി അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ സൂപ്പർ കണ്ടക്ടർ ഓക്കെ അറ്റ് ദിസ് ടെമ്പറേച്ചറിൽ ദിസ് ഈസ് TC, this is the critical temperature. This is the value of the
magnetic field at which the superconductivity vanishes. Or we can say that is when the specimen is placed in the magnetic field, the penetration depth changes only slightly. As the temperature rises until the critical temperature, it increases sharply. Thus, at and above Tc, what happens? The field penetrates the metal completely. Okay, above Tc എന്ത് സംഭവിക്കുന്നു? സൂപ്പർ കണ്ടക്ടറിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടർ എന്തായിട്ട് മാറുന്നു? നോർമൽ കണ്ടക്ടറായിട്ട് മാറുന്നു. അതായത് ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കും. അതായത് ആ ഒരു റെസിസ്റ്റൻസിൻ്റെ ഗ്രാഫ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് അതിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കുന്നു. സോ അത് ഈ ഒരു റീജിയൻ സൂപ്പർ കണ്ടക്ടറും ഈ ഒരു റീജിയൻ നോർമൽ കണ്ടക്ടറും. ഓക്കെ, ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഇനി ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലെത്തി. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ അതിനേക്കാളും കൂടുന്തോറും സ്വാഭാവികമായി എന്ത് സംഭവിക്കുന്നു? ഫീൽഡ് പെൻട്രേറ്റ് ചെയ്തു പോകുന്നു. അതായത് മീസ്നേഴ്സ് എഫക്റ്റ് അവിടെ ഒബേ ചെയ്യില്ല. കാരണം മീസ്നേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് എക്സ്ക്ലൂഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഫീൽഡ് പെൻട്രേറ്റ് ദ മെറ്റൽ കംപ്ലീറ്റ്ലി. അതേപോലെ തന്നെ ഈ പെൻട്രേഷൻ ഡെപ്ത്, ഇതിന് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടി പറയുവാനാണെങ്കിൽ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡും ടെമ്പറേച്ചറും കൂടി നമുക്ക് നോക്കിയാൽ ദ വാല്യൂ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് വിച്ച് ദ സൂപ്പർ കണ്ടക്ടിവിറ്റി വാനിഷസ്, ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇത് മാക്സിമവും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആവുന്നു, പിന്നെ ഇത് വാനിഷ് ചെയ്യുന്നു. ഓക്കെ, ഇത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ the value of the magnetic field at which the superconductivity vanishes, that magnetic field, that is the threshold or critical field. This is the Hc. At 0 Kelvin we call is HCO. Okay, ഏത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി നശിഞ്ഞു പോകുന്നത്? ആ ഒരു ഫീൽഡിനെ നമുക്ക് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയാം. സോ ദിസ് ഫീൽഡ് ചേഞ്ചസ് വിത്ത് ദി ടെമ്പറേച്ചർ. We can find that the superconducting state is stable only in some range of temperature. ഏതൊരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ മാത്രമേ ഈ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് destroy ചെയ്തു പോകുന്നു. So only a particular range of the temperature the superconducting state is stable. Not only the temperature, this particular range of the magnetic field and temperature, both the particular temperature of the magnetic field and the particular range of the temperature, this superconducting state is stable. For the higher fields and temperature, ഫീൽഡ് കൂട്ടുന്തോറും ഫീൽഡ് കൂട്ടുക, അതോടൊപ്പം തന്നെ മാഗ്നറ്റിക് ഫീൽഡും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് അവിടെ നിലനിൽക്കുന്നില്ല. നോർമൽ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിരിക്കും. ഇതിന് ഔട്ട്സൈഡ് ഇത് നോർമലായിരിക്കും. ഓക്കെ, ഇത് നമുക്കൊരു ചെറിയൊരു റിലേഷൻ, ഈ ഒരു ഗ്രാഫിനെ മാഗ്നറ്റിക് ഫേസ് ഡയഗ്രാം എന്ന് പറയും. മാഗ്നറ്റിക് ഫേസ് ഡയഗ്രാം. That is Hc equal to Hc0 1 minus t square divided by tc square.
HCO എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 കെൽവിൻ. HCO എന്നല്ല, HC0. ഇറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 കെൽവിൻ. Thus, at the critical temperature, ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ T is equal to TC ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? This critical field becomes 0 when T equal to TC. Temperature T equal to TC ആകുമ്പോൾ this field reduced to 0. Okay. അടുത്ത ക്ലാസ്സിൽ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ അടുത്ത പ്രോപ്പർട്ടി, അതിൻ്റെ തെർമോഡൈനാമിക്കും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയും അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം.